US-ന്റെ പല ഹൈ ലെവൽ ടെക്നിക്കൽ എക്സ്പേർട്സ് കൊല്ലപ്പെട്ടതായും ചില ആളുകൾ മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ US-ൽ നിന്നും വരുന്നുണ്ട്. ഇവർ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സെൻസിറ്റീവ് ആയിട്ടുള്ളയും അതുപോലെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡാറ്റാസ് പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് ആക്സസിബിൾ ആണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ള പല റിപ്പോർട്ടുകൾ US-ൽ നിന്നും വരുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. അതുപോലെ പാകിസ്ഥാനിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ടോക്കിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ടോക്കും ട്രംപിന് തിരിച്ചടിയായിട്ടാണുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. അതുപോലെ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാന്റെ കപ്പലുകൾ മറികടന്നു. അതായത് US-ന്റെ ബ്ലോക്കേഡ് ഉണ്ടായിട്ടും അത് മറികടന്നിട്ടാണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. നമുക്കത് പരിശോധിക്കാം. അതുപോലെ നാറ്റോന്റെ എക്സ് ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പക്ക അമേരിക്ക, അതായത് ട്രംപിന് എതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ അവസ്ഥ 3G എന്ന് പറയാനേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ട്രംപ് എണ്ണം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലെ കാര്യം നോക്കാം. 34 ഇറാനിയൻ ലിങ്ക് ടാങ്കേഴ്സ് പാസ് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് പാസ് ചെയ്തിട്ടുള്ളത് 34 ഇറാനിയൻ ലിങ്ക്ഡ് ടാങ്കേഴ്സ് ആണ്. അതായത് US സാങ്ഷൻസ് ഉണ്ട്, അതുപോലെ മാരിടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതായത് ബ്ലോക്കേഡ് ഉണ്ട്. എന്നിട്ടും ഇറാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഷിപ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? 34 ടാങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മറികടന്നിട്ടുണ്ട് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. നമ്മുടെ ട്രംപ് എണ്ണം പറയുന്നത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ആ ഏരിയ മുഴുവനും ഞങ്ങളുടെ കൺട്രോളിലാണ്. ഞങ്ങൾ വിചാരിക്കാതെ അവിടുന്ന് ഒരു കാര്യവും അവിടുന്ന് അനങ്ങില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 34 ഇറാനിയൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഷിപ്സ് ആണ് ഇപ്പോൾ മറികടന്ന് പോയിട്ടുള്ളത്. ഇതിനും വലിയ നാണക്കേട് ഇനി ട്രംപിന് ഉണ്ടാവാനുണ്ടോ? അതുപോലെ എക്സ് നാറ്റോ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്